ഹായ്. സോ ഇന്നലെ ഞാൻ എൻ്റെ ഫസ്റ്റ് ജോബിന് കയറിയിട്ട് 1 വർഷം കംപ്ലീറ്റായ ദിവസമായിരുന്നു. സോ ഞാൻ അപ്രൻറ്റിസ് റോളിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്, കൈൻഡ് ഓഫ് ട്രെയിനി. അപ്പോൾ അതൊരു 1 ഇയർ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കമ്പനിയിൽ നിന്ന് ഒന്നേ അവർ കൺഫേം ആക്കും വേക്കൻസി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട്, ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പോകണം. എന്നിട്ട് വേറെ നമ്മൾ സെർച്ച് ചെയ്ത് വേറെ കമ്പനിയിൽ കയറണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. സോ ഞാൻ കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ വേക്കൻസി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് അവിടെ നിന്ന് പോവേണ്ടി വന്നു. സോ അത് കുറച്ച് ഭയങ്കര ഇമോഷണലായിരുന്നു. ഞാൻ ഫസ്റ്റ് ഇങ്ങനെ വിചാരിച്ചത് ഞാനൊന്നും അത്ര ഇമോഷണൽ ആവില്ല. എനിക്ക് കുറച്ച് പീപ്പിൾസ് ഉണ്ട് ഹു ഈസ് ക്ലോസ് ടു മൈ ഹാർട്ട് എന്നൊക്കെ പറയാം. ബട്ട് അവർക്ക് വേണ്ടി ഞാൻ ഇമോഷണലാവും. പിന്നെ ഞാൻ വിചാരിച്ചു ഇവരെയൊക്കെ പുറത്ത് വെച്ച് കാണാമല്ലോ, അത്രയും ഡിസ്റ്റൻസിലൊന്നുമല്ല നമ്മൾ പോണത്, വേണമെന്ന് വെച്ചാൽ നമുക്ക് അവരെ കാണാം. അതുകൊണ്ട് ഇമോഷണൽ ആവേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഈ ഒരു വീക്ക് തൊട്ട്, അതായത് തിങ്കളാഴ്ച തൊട്ട് എനിക്ക് ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ എൻ്റെ കണ്ണങ്ങ് നിറയുമായിരുന്നു. നമ്മൾ വെള്ളം കുടിക്കാൻ പോകുന്ന സ്ഥലം, അവിടേക്ക് എത്തുമ്പോൾ ഞാൻ വെള്ളം കുടിക്കുമ്പോൾ ചുമ്മാ എൻ്റെ കണ്ണങ്ങ് നിറയും. ഇനി അടുത്ത മൺഡേ ഞാനില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട്. മേ ബി എല്ലാവരും പറയുന്നുണ്ട് അത് ഫസ്റ്റ് കമ്പനി ആയതുകൊണ്ട് നമുക്കിങ്ങനെ അത്രയും ക്ലോസ് ടു ഹാർട്ടായതാണ്. ഓരോരോ സ്ഥലവും എല്ലാം നമുക്ക് സ്പെഷ്യലാണ്. അങ്ങനെ ഇന്നലത്തെ ദിവസം ഫുൾ ഒരു റോളർ കോസ്റ്റർ മാതിരിയായിരുന്നു. കരയാതിരിക്കാൻ ശ്രമിക്കും, അടുത്ത ആൾ എന്തെങ്കിലും നിങ്ങളെ മിസ് ചെയ്യും, നിങ്ങളെ വൈബ് മിസ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഞാൻ കരയും. അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു ഡേ ആയിരുന്നു ഇന്നലെ. ബട്ട് ഇറ്റ്സ് ഓക്കെ. എല്ലാം നമുക്ക് ലൈഫിൽ പെർമനൻ്റായിട്ട് കാണില്ലല്ലോ. എനിക്കെല്ലാം അറിയാം. നമ്മളിപ്പോൾ കാണുന്ന കുറേ ആൾക്കാർ ഇനി നമ്മുടെ ലൈഫിലുണ്ടാവില്ല. സോ മേ ബി അവരെ കാണുമായിരിക്കും. ഇനി അടുത്ത 2 കമ്പനിയൊക്കെ കഴിയുമ്പോഴേക്കും അവർ വല്ല എൻ്റെ കൊളീഗായിട്ട് പിന്നെയും വർക്ക് ചെയ്യുമായിരിക്കും. ബട്ട് ഇന്നലെ ഞാൻ റിയലൈസ് ചെയ്തു, കുറേ ആൾക്കാർ എനിക്ക് അത്രയും ക്ലോസ് ആണെന്ന് എനിക്ക് റിയലൈസേഷൻ വന്നത് ഇന്നലെയായിരുന്നു. ഓ മൈ ഗോഡ്. പിന്നെ എന്താണ് പറയാനുള്ളത്? പിന്നെ എൻ്റെ മാനേജർ എനിക്ക് അങ്ങനെ കൈൻഡ് ഓഫ് ഒരു മാനേജർ ഇനി എൻ്റെ ലൈഫിൽ കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണത്. അത്രയും എന്നെ ഇതുവരെ വഴക്ക് പോലും പറഞ്ഞിട്ടില്ല. അത്രയും നല്ലൊരു മനുഷ്യൻ. വഴക്ക് പറയാത്തതുകൊണ്ടല്ല, അയാൾക്കറിയാം എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരാളെ ഡീൽ ചെയ്യേണ്ടത്. ആ സാറിനെ കണ്ട് ഞാൻ ഇൻസ്പയർ ആയിട്ടാണ് എൻ്റെ ഗോൾ ഞാൻ കുറച്ചും കൂടെ ഹയർ സ്റ്റാൻഡേർഡിലോട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അത്രയും നല്ലൊരു മാനേജറിനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അതുപോലൊരു മാനേജറിനെ എനിക്ക് കിട്ടേയില്ല. യെസ്. ഈ ഒരു വർഷത്തിൽ ഞാൻ എന്ത് പഠിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ കോളേജ് കഴിഞ്ഞ് അവിടെ പോയപ്പം ഭയങ്കര ഇൻട്രോവേർട്ടല്ല, ഒരു പാവം കുട്ടിയായിരുന്നു. ഒന്നും അങ്ങനെ അധികം റിയാക്റ്റ് ഒന്നും ചെയ്യൂല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഓക്കെ അത്ര ഞാൻ പറയുള്ളൂ. ഓക്കെ സാർ, ഓക്കെ മാം, അത്രയും പറഞ്ഞിട്ട് ഞാൻ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഞാൻ അത്രയൊക്കെ പറഞ്ഞിട്ട് മിണ്ടാതിരിക്കും. തിരിച്ചൊന്നും റിയാക്റ്റ് ചെയ്യൂലായിരുന്നു. പിന്നെ ഈ ഒരു അവസാന ഒരു 3-4 മാസം നമ്മളിങ്ങനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ബോൾഡായി. കുറച്ചും കൂടെ ഞാൻ റിയാക്റ്റ് ചെയ്യാൻ തുടങ്ങി. റിയാക്റ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ റോങ് കൈൻഡ് ഓഫ് റിയാക്ഷൻ അല്ല, ഭയങ്കര അഗ്രസീവ് അങ്ങനെയൊന്നുമല്ല. നോ പറയാനായിട്ട്, ഇത് റോങ് ആണ്, നോ പറയാനായിട്ട് ഞാൻ പഠിച്ചു. എല്ലാം നമ്മളിങ്ങനെ എഗ്രി ചെയ്ത് കൊടുക്കില്ല, നമ്മുടെയും കൂടെ അഭിപ്രായം പറയാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു ലെവലിലോട്ട് ഞാൻ എത്തി. സോ അതൊക്കെ എനിക്ക് ഫസ്റ്റ് കമ്പനി തന്ന ഗിഫ്റ്റാണ്. ഇനി എന്താണ് ആൾക്കാരുടെ അടുത്തൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണം, എത്ര നമ്മൾ ഒരു
എത്ര ഫ്രണ്ട്സ് ആയാലും നമുക്ക് ഒരു ബൗണ്ടറി ഉണ്ട്. നമ്മൾ ഈ കോളേജ് വരെ എന്നൊക്കെ പറയുമ്പം നമ്മൾ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യാറില്ല. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. ലൈക്ക് ഫ്രണ്ട്സ് എന്ന് പറയുമ്പം ഫ്രണ്ട്സാണ്. വിത്തൗട്ട് ബൗണ്ടറി നമ്മൾ അങ്ങനെ നമ്മൾ സ്നേഹിക്കും, അങ്ങനെ നമ്മൾ ഒരാൾക്ക് അത്രയും ഫ്രീഡം കൊടുക്കും. ബട്ട് ഈ ഒരു വർഷത്തിനിടയ്ക്ക് എനിക്ക് മനസ്സിലായി, എത്ര ഫ്രണ്ടായാലും എത്ര ഇതായാലും നമ്മളൊരു ബൗണ്ടറി നമ്മൾ കീപ്പ് ചെയ്യണം. ആ ഒരു സംഭവം പഠിച്ചത് എൻ്റെ ഫസ്റ്റ് വർക്കിന് കയറിയ ശേഷമാണ്. ലൈക്ക് എല്ലാത്തിനും ഒരു ബൗണ്ടറി ഉണ്ട്, അത് നമ്മൾ കീപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യും ആ സാധനം. അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു വർഷം പേഴ്സണലി പഠിച്ച സംഭവങ്ങൾ. ഇനിയും കുറേ ഉണ്ട്, ബട്ട് കറൻ്റ്ലി ഞാനിതൊക്കെ ഓർക്കുന്നുള്ളൂ. പിന്നെ വേറൊരു സീക്രറ്റും കൂടെ ഉണ്ട്. ലൈക്ക് അത് ഞാൻ അടുത്ത വ്ളോഗിൽ പറയാം. എൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടാലൊക്കെ മനസ്സിലാവാൻ പോണില്ല. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം, അത് സെപ്പറേറ്റ് വീഡിയോ ഇടാം. അപ്പോൾ ഇതൊക്കെ തന്നെ. പിന്നെ ബെസ്റ്റ് പാർട്ടിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇന്നലെ ഫെയർവെൽ പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫോണ് അലോഡഡ് ആയിരുന്നു, പക്ഷേ ലൈക്ക് ഞാൻ മോങ്ങി നിൽക്കുകയായിരുന്നു. സോ ഞാൻ ഫോണും കാര്യങ്ങളൊന്നും എടുത്തില്ല, വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല. അതിനുള്ള സിറ്റുവേഷനായിട്ട് എനിക്ക് തോന്നിയില്ല. സോ എനിക്ക് കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. വെയിറ്റ്. സോ ഫസ്റ്റ് ലുക്ക്, ഇത് ആനന്ദ് സാർ തന്നതാണ്. സാറ് ലൈക്ക് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ലൈക്ക് എന്തു പറയാൻ, എനിക്കൊന്നും അങ്ങനത്തെ ബുദ്ധിയില്ല, അങ്ങനത്തെ ലെവൽ ഓഫ് ബുദ്ധിയില്ല. ലൈക്ക് എല്ലാം ചെയ്യാൻ പറ്റും, എല്ലാം വിത്തിൻ സെക്കൻഡ്സ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാത്തിനും സൊല്യൂഷനും ഉണ്ട്, എല്ലാം ഡീൽ ചെയ്യാനും അറിയാം. മേ ബി എക്സ്പീരിയൻസ് വെച്ചിട്ട് ഐ ഹോപ്പ് ഞാനും അങ്ങനെ കൈൻഡ് ഓഫ് ഒരാളാവുമെന്ന്. പിന്നെ നമ്മുടെ ഹോൾ ടീം തന്നിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ്, അത് നല്ല വേർത്തായിട്ടുള്ളൊരു സാധനമാണ്. ഞാൻ കാണിച്ചു തരാം. ഒട്ടും ഞാൻ വിചാരിച്ചിട്ടില്ല ലൈക്ക് ഇങ്ങനെയൊക്കെ ഇത്രയും ചിന്തിച്ചിട്ട് ഗിഫ്റ്റ് എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അൺബോക്സ് ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തു. 10 ഗ്രാമിൻ്റെ സിൽവറാണ് ഇത്. നല്ല വേർത്തായിട്ടുള്ളൊരു ഗിഫ്റ്റാണ്, ഇഷ്ടപ്പെട്ടു. ഇതും ഞാൻ സൂക്ഷിച്ച് വച്ചിരിക്കും. ഇത് ഞാൻ ഒന്നും ചെയ്യില്ല. ലൈക്ക് മേ ബി ഒരു കുട്ടി ഫ്രെയിമിലൊക്കെ ആക്കിയിട്ട് ഞാനിതങ്ങനെ ഫിക്സ് ചെയ്ത് വയ്ക്കും. ഇത് ഫസ്റ്റ് ജോബിൻ്റെ മെമ്മറി ആയിട്ട്. സോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ. ഇറ്റ് വാസ് ഗുഡ്. നമ്മളിങ്ങനെ ഓരോ വർക്ക് ഇങ്ങനെ കിട്ടുമ്പോഴും സ്ട്രെസ്സായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ പോണ്ട, എനിക്ക് ഓഫീസിൽ പോണ്ട, ലൈക്ക് എനിക്ക് വേണ്ട, ലൈക്ക് എങ്ങനെ നിർത്തിയിട്ട് പോകാൻ തോന്നുന്നു, അങ്ങനെയൊക്കെ പറയുമെങ്കിലും അതൊക്കെ ചുമ്മാ. ഇറ്റ് വാസ് ഹാർഡ് ഇന്നലെ, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇനി അങ്ങനെ തന്നെ നിൽക്കാൻ പറ്റില്ലല്ലോ, ഇനി നമ്മൾ ഉയരണ്ടേ. സോ നമ്മൾ ഇതൊക്കെ പാർട്ട് ഓഫ് ലൈഫ്. ബട്ട് ഞാൻ എല്ലാവരെയും മിസ് ചെയ്യും. യെസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. സോ ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.